ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഷോർട്ട് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടേനു. നമ്മുടെ വീട് നമുക്ക് മാത്രമല്ല സന്തോഷം തന്നിട്ടുള്ളത്, നമ്മളെ വീഡിയോ കാണുന്നവർക്കും സന്തോഷം തന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു തരണ്ടേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അതങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടേനേ. ഞാൻ ഒരുപാട് വലിയ വീട്ടിൽ താമസിച്ച് വന്ന വ്യക്തിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ചെറിയ വീട്ടിൽ വരേണ്ടിയും അവിടുത്തെ സാഹചര്യങ്ങളെ കൊണ്ട് പൊരുത്തപ്പെടേണ്ടിയൊക്കെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ സ്മോൾ ഹൗസ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ സെർച്ച് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെയാണ് നമ്മുടെ ഈ കുഞ്ഞു സ്വർഗത്തിന്റെ വീഡിയോ ആളെ കണ്ടുപെട്ടത് കേട്ടോ. അങ്ങനെ ആള് ഈ കുഞ്ഞു വീട്ടിൽ ഞാൻ സന്തോഷമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പകർത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര അത്ഭുതവും പിന്നെ ഉള്ളതിൽ സംതൃപ്തിപ്പെടാനുള്ളൊരു മനസ്സും ഒക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആളൊരു എസ്സേ ആയിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു കമന്റ് കണ്ടപ്പോൾ. അതുപോലെ തന്നെ പലരൊക്കെ കമന്റിൽ ഇടലുണ്ട്, ഞങ്ങൾക്ക് കുറേ സാധനങ്ങൾ വാങ്ങണം, ഡ്രസ്സ് വാങ്ങണം, പാത്രങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹസ്ബൻഡിനെ എപ്പോഴും ബുദ്ധിമുട്ടിക്കലുണ്ട്. നിങ്ങൾ ഈ ഒരു കുഞ്ഞു വീട്ടിൽ ഉള്ള സൗകര്യങ്ങളൊക്കെ വെച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കണ കണ്ടപ്പോൾ ഓൽക്കും അതൊരു മോട്ടിവേഷനായി ഇൻസ്പിറേഷനായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ കമൻസ് ഇടലുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കുഞ്ഞു സ്വർഗം കൊണ്ട് നമുക്ക് മാത്രമല്ല സന്തോഷം, നമ്മുടെ ചുറ്റിനുള്ളവർ നമ്മളെ വീഡിയോ കാണുന്നവർക്കൊക്കെ സന്തോഷമായിട്ടുണ്ട് അറിഞ്ഞപ്പോൾ എനിക്കും വല്ലാത്തൊരു സന്തോഷം കേട്ടോ. ഹാപ്പി ആയിരിക്കാൻ എന്താ ചെയ്താൽ മതിയെന്നോ, നമ്മളില്ലാത്തതിനെ കുറിച്ച് വേവലാതിപ്പെടണ്ട, ഉള്ളതിലൊന്ന് സന്തോഷിക്കാൻ നോക്കുക. അപ്പോഴുള്ളൂ നമുക്കൊരു സന്തോഷം കിട്ടുള്ളൂ. പിന്നെ ഇല്ലാത്തത് തീർച്ചയായിട്ടും നമ്മളെ തേടി വരും. അപ്പം എന്നാ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ കുഞ്ഞു സ്വർഗത്തിലെ വീഡിയോ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. മിക്കവാറും ഒരു 2-3 വീഡിയോ.